ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതുപോലെയുള്ള ഗ്ലിറ്റർ ട്യൂബിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഹെയർ ബാൻഡുകൾ ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ മേക്കിംഗ് വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ ഹെയർ ബാൻഡ് ഗ്ലിറ്റർ ട്യൂബിനുള്ളിലൂടെ കോർത്തെടുത്തിട്ട് രണ്ടറ്റത്തും എൻഡ് ബീഡോ അതല്ലെങ്കിൽ എൻഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുകയോ ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്കിതുപോലെ വേസ്റ്റായിട്ട് വരുന്ന ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസസ്, അതായത് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലെയുള്ള പല കളേഴ്സിലുള്ള പീസസ് നമുക്ക് വേസ്റ്റായിട്ട് വരും. നമ്മളത് കളയുകയും ചെയ്യൂല, എന്താ ചെയ്യുകയെന്ന് ആലോചിച്ചിട്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇതുപോലെയുള്ള വേസ്റ്റ് പീസ് വെച്ചിട്ട് ഞാൻ മുമ്പൊരു ഹെയർ ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണം. ഈ ഒരു വയർ ഹെയർ ബാൻഡിൻ്റെ അറ്റത്തായിട്ട് ഞാൻ എൻഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. 1.5 ഇഞ്ച് നീളത്തിൽ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ വയർ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു കളറാണ് അതിന് സെലക്ട് ചെയ്തിട്ടുള്ളത്, ഗ്ലിറ്റർ ട്യൂബ്. അതിനെ ഞാൻ 2 തുല്യ ഭാഗങ്ങളാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ പകുതിയാക്കി മടക്കിയിട്ട് അതിൻ്റെ ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് ഞാൻ ഇതുപോലെയുള്ള ബട്ടർഫ്ലൈ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് ടൈപ്പ് ബീഡ്സാണ്. ഈ ഒരു പിങ്ക് കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് വൈറ്റ് പേൾ ബീഡ്സോ എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് ബീഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ വയർ ഹെയർ ബാൻഡിൽ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ എൻഡ് ടേപ്പ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എൻഡ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അതന്നെ നല്ല രീതിയിൽ ഒട്ടി നിന്നോളും. പിന്നെ ഇതുപോലെ നമ്മൾ ബീഡ്സൊക്കെ വെച്ച് ചെയ്യുമ്പോൾ വേറൊരു ഗ്ലൂവിൻ്റെ ആവശ്യം വരും. കാരണം ആ ബീഡ്സ് ഇളകി പോവാതെ നല്ല ഒട്ടി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ബീഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല രീതിയിൽ എൻഡ് ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ബീഡ്സുകൾ ഓരോന്നായിട്ട് കോർത്തെടുക്കാം. ഞാൻ ആദ്യം വൈറ്റ് പേൾ ബീഡ്സ് കോർക്കുന്നുണ്ട്. ഇത് 3 mm സൈസ് വരുന്നതാണ്. അടുത്തതായിട്ട് ബട്ടർഫ്ലൈ ബീഡ് ഇതുപോലെ കോർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു വൈറ്റ് പേൾ ബീഡ്, അടുത്തതായിട്ട് വീണ്ടും ബട്ടർഫ്ലൈ ബീഡ്സ്, ആ രീതിയിൽ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന രീതിയിലാണ് ഇതുപോലെ ബീഡ്സ് കോർത്തെടുത്തിട്ടുള്ളത്. ബാക്കി വരുന്ന ഭാഗത്ത് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഒട്ടിച്ചെടുക്കണമല്ലോ. ഇനി നമ്മൾ ഇതുപോലെ ബീഡ്സ് ഓരോന്നിൻ്റെ ഗ്യാപ്പിലും ഇതുപോലെ നമ്മുടെ B7000 ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ബട്ടർഫ്ലൈയും ബീഡ്സൊക്കെ ഇളക്കി പോവാതെ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതുപോലെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി വരുന്ന ഒരു ഗ്ലിറ്റർ ട്യൂബും ഇതുപോലെ വയർ ഹെയർ ബാൻഡിലൂടെ കോർത്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗത്ത് നമ്മുടെ എൻഡ് ടേപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഏത് കളറും വേസ്റ്റ് പീസസ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഹെയർ ബാൻഡുകൾ ചെയ്തെടുക്കാൻ പറ്റും. എൻഡ് ടേപ്പും മറ്റു മെറ്റീരിയലുകളും ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് ചെയ്തോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കും. കൂടുതൽ ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.